നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യം സുരക്ഷിതമായി എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. പക്ഷേ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നോർത്ത് പലപ്പോഴും നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ വലിയ നഷ്ടം വരുമോ? മ്യൂച്വൽ ഫണ്ടുകളാണോ ഏറ്റവും സുരക്ഷിതം? അതോ ബാങ്കുകളിൽ വെറുതെ വെക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇനി നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ഇനി നമ്മൾ നിക്ഷേപിക്കാനുള്ള പ്രധാനപ്പെട്ട 4 മാർഗങ്ങളെ കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഓരോന്നിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണെന്ന് മനസ്സിലാക്കാം. ബാങ്ക് നിക്ഷേപങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എന്നത് നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. ഇതിൽ നിങ്ങൾ ഒരു നിശ്ചിത തുക ഒരു പ്രത്യേക കാലയളവിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് ഒരു നിശ്ചിത പലിശ നിരക്ക് ലഭിക്കും. ഇത് ഏറ്റവും സുരക്ഷിതമായ ഒന്നാണ്, കാരണം ഇതിന് യാതൊരുവിധ റിസ്കുമില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻകാർക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി പണം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ അനുയോജ്യമായ ഒരു മാർഗമാണ്. നിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് എന്നതും ഇതിന്റെ ഒരു പ്രധാന ഗുണമാണ്. എന്നാൽ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ചില ദോഷങ്ങളുമുണ്ട്. മറ്റ് നിക്ഷേപങ്ങളായ മ്യൂച്വൽ ഫണ്ടുകളെയോ ഓഹരികളെയോ അപേക്ഷിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വളരെ കുറവായിരിക്കും. ഉയർന്ന പണപ്പെരുപ്പമുള്ള സമയങ്ങളിൽ നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്. അതായത് പണപ്പെരുപ്പത്തിന്റെ നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പണത്തിന്റെ വാങ്ങൽ ശേഷി കുറയും. അതുകൊണ്ട് ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് അത്ര അനുയോജ്യമായ ഒരു ഓപ്ഷൻ അല്ല. എന്നാൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്ക് നിക്ഷേപങ്ങൾ ഒരു വളരെ നല്ലൊരു മാർഗമാണ്. നേരത്തെ ബാങ്ക് നിക്ഷേപങ്ങളിലൂടെ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ വരുമാനം നേടുന്നതിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മ്യൂച്വൽ ഫണ്ടുകൾ എന്നത് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച് അത് ഓഹരികൾ, കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു വിദഗ്ധനായ ഫണ്ട് മാനേജറാണ്. നിങ്ങൾക്ക് ഓഹരി വിപണിയെക്കുറിച്ച് ആഴത്തിൽ അറിവില്ലെങ്കിൽ പോലും ഒരു ഫണ്ട് മാനേജറുടെ സഹായത്തോടെ നിക്ഷേപം നടത്താൻ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളെ സഹായിക്കും. സാധാരണയായി ഇത് ദീർഘകാലത്തേക്ക് നല്ലൊരു വരുമാനം നേടാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വൈവിധ്യവൽക്കരണമാണ്. നിങ്ങളുടെ പണം ഒരൊറ്റ കമ്പനിയിൽ നിക്ഷേപിക്കാതെ പല കമ്പനികളിലായി വിഭജിച്ച് നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് നഷ്ടം വന്നാൽ പോലും നിങ്ങളുടെ നിക്ഷേപത്തെ അത് കാര്യമായി ബാധിക്കില്ല. ഇത് നഷ്ടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഒരു ചെറിയ തുക ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് നിക്ഷേപം തുടങ്ങാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചില ദോഷങ്ങളുമുണ്ട്. ഇത് ഓഹരി വിപണിയുമായി ബന്ധമുള്ളത് കൊണ്ട് നിങ്ങളുടെ നിക്ഷേപത്തിന് വിപണി റിസ്ക് ഉണ്ട്. വിപണി താഴോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിന് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ തുക ഈടാക്കും. ഇത് നിങ്ങളുടെ വരുമാനത്തെ അല്പം കുറയ്ക്കും. അതുകൊണ്ട് ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മ്യൂച്വൽ ഫണ്ടുകൾ വളരെ അനുയോജ്യമായ ഒരു നിക്ഷേപ മാർഗമാണ്. ഓഹരികൾ അഥവാ സ്റ്റോക്സ് എന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ ചെറിയ ഭാഗമാണ്. നിങ്ങൾ ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആ കമ്പനിയുടെ ഒരു ചെറിയ പങ്കാളിയായി മാറുന്നു. കമ്പനി ലാഭം ഉണ്ടാക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലാഭവിഹിതമായി, അതായത് ഡിവിഡൻഡായി ലഭിക്കാം. അല്ലെങ്കിൽ കമ്പനിയുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ ഓഹരിയുടെ വിലയും വർദ്ധിക്കുന്നു. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങളുടെ പണം വളരെ വേഗത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രധാന ഗുണം വളരെ ഉയർന്ന വരുമാനം നേടാൻ സാധിക്കും എന്നതാണ്. ബാങ്ക് നിക്ഷേപങ്ങളെയും മ്യൂച്വൽ ഫണ്ടുകളെയും അപേക്ഷിച്ച് ശരിയായ ഓഹരികളിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം പല മടങ്ങ് വളരാനുള്ള സാധ്യതയുണ്ട്.
കൂടാതെ ചില കമ്പനികൾ പതിവായി ലാഭവിഹിതം നൽകാറുണ്ട്. ഇതൊരു അധിക വരുമാന മാർഗമായി ഉപയോഗിക്കാം. ഓഹരികൾ വളരെ എളുപ്പത്തിൽ വിൽക്കാനും വാങ്ങാനും സാധിക്കുമെന്നതും ഇതിന്റെ വലിയൊരു ഗുണമാണ്. ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ ഉയർന്ന തരത്തിലുള്ള റിസ്കുമുണ്ട്. ഓഹരി വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിന് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഹരികളെ കുറിച്ച് നന്നായി പഠിച്ച് മാത്രം നിക്ഷേപം നടത്തുക. അതുകൊണ്ട് ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരും ഓഹരി വിപണിയെക്കുറിച്ച് അറിവുള്ളവർക്കും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഓഹരികൾ വളരെ അനുയോജ്യമാണ്. സ്വർണം എന്നത് ഒരു ലോഹം മാത്രമല്ല, കാലങ്ങളായി നിക്ഷേപകർക്ക് ഒരു സുരക്ഷിത താവളമാണ്. സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ അല്ലെങ്കിൽ ഗോൾഡ് ETF, സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങിയ ഡിജിറ്റൽ രൂപങ്ങളിലൂടെയും സ്വർണത്തിൽ നിക്ഷേപിക്കാം. സാമ്പത്തിക അസ്ഥിരതയുള്ള സമയങ്ങളിൽ ഓഹരി വിപണി താഴോട്ട് പോകുമ്പോൾ സ്വർണത്തിന് പലപ്പോഴും മൂല്യം വർദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ സ്വർണം സഹായിക്കും. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം സുരക്ഷിതത്വമാണ്. പണപ്പെരുപ്പം കൂടുമ്പോൾ രൂപയുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിലും സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കും. അതിനാൽ ഇത് പണപ്പെരുപ്പത്തെ അതിജീവിക്കാൻ സഹായിക്കും. ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഒരു പരിധിവരെ സ്വർണ്ണ നിക്ഷേപം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. കൂടാതെ സ്വർണം വിൽക്കാനും വാങ്ങാനും വളരെ എളുപ്പവുമാണ്. അതേസമയം സ്വർണ്ണ നിക്ഷേപത്തിനും ചില ദോഷങ്ങളുണ്ട്. മറ്റ് നിക്ഷേപങ്ങളെ പോലെ സ്വർണം പെട്ടെന്ന് വളരില്ല. അതുകൊണ്ട് ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് അത്ര അനുയോജ്യമായ ഒരു ഓപ്ഷൻ അല്ല. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി പോലുള്ള അധിക ചെലവുകൾ ഉണ്ടാകും. സ്വർണത്തിന് ലാഭവിഹിതമോ മറ്റ് വരുമാനമോ സ്ഥിരമായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാനും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സ്വർണം നല്ലൊരു നിക്ഷേപ മാർഗമാണ്. നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണെന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെയും റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും ആശ്രയിച്ചിരിക്കും. ഉയർന്ന വരുമാനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഓഹരികൾ മികച്ചൊരു ഓപ്ഷനാണ്. എന്നാൽ അത് വളരെ റിസ്ക് ഉള്ള ഒരു നിക്ഷേപവുമാണ്. അതേസമയം യാതൊരു റിസ്ക്കും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ബാങ്ക് നിക്ഷേപങ്ങളാണ് ഏറ്റവും അനുയോജ്യം. മ്യൂച്വൽ ഫണ്ടുകളും സ്വർണവും ഈ രണ്ട് നിക്ഷേപ മാർഗങ്ങൾക്കിടയിൽ നിൽക്കുന്നവയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. നിക്ഷേപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണം. നിങ്ങളുടെ പണം മുഴുവൻ ഒരു നിക്ഷേപത്തിൽ മാത്രം ഇടാതെ പല നിക്ഷേപങ്ങളിലായി വിഭജിച്ച് ഇടുക. ഉദാഹരണത്തിന് കുറച്ച് പണം ബാങ്ക് നിക്ഷേപങ്ങളിലും കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളിലും ചെറിയൊരു ഭാഗം ഓഹരികളിലും നിക്ഷേപിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൽ നഷ്ടം സംഭവിച്ചാൽ പോലും നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തെ അത് കാര്യമായി ബാധിക്കില്ല. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഓരോ നിക്ഷേപ മാർഗത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയുണ്ട്. ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപം സുരക്ഷിതമാണെങ്കിലും വരുമാനം കുറവായിരിക്കും. അതേസമയം ഓഹരികൾ ഉയർന്ന വരുമാനം തരുമെങ്കിലും വലിയ റിസ്കുമുണ്ട്. ഈ രണ്ട് വഴികൾക്കിടയിലാണ് മ്യൂച്വൽ ഫണ്ടും സ്വർണവും. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എന്ത് തരം റിസ്ക് എടുക്കാം, എത്ര കാലത്തേക്കാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതെല്ലാം ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ എല്ലാ പണവും ഒരു നിക്ഷേപത്തിൽ മാത്രം ഇടാതിരിക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന നിക്ഷേപ തത്വം എല്ലായ്പ്പോഴും ഓർക്കുക. നിങ്ങളുടെ പണം പല നിക്ഷേപങ്ങളിലായി വിഭജിച്ചിടുന്നത് നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഏതെങ്കിലും നിക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന സാമ്പത്തിക വിഷയവുമായി വീണ്ടും കാണാം.